പാറയുടെ മുകളിലാണ് ഈ ഉരുൾപൊട്ടൽ അതിന്റെ ആരംഭം. ഉരുൾപൊട്ടിയപ്പോൾ ആ കൂടെ വന്നിരിക്കുന്ന വലിയ വലിയ പാറക്കല്ലുകൾ നമുക്ക് കാണാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ലൈഫിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ വീടിനടുത്ത് പൂച്ചപ്ര എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ പ്രദേശത്തുണ്ടായത്. അതുപോലെ ഏക്കർ കണക്കിന് പ്രദേശത്തെ കൃഷി പൂർണ്ണമായിട്ട് നശിക്കുകയും ഒരു പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ പ്രദേശത്തുണ്ടായിരിക്കുന്നത്. അപ്പൊ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇവിടെ വലിയ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ പ്രദേശത്തെ ഭീകരമായ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം നമ്മൾ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ എത്ര ഭീകരമായിരുന്നു, എത്ര വലിയ ഉരുൾപൊട്ടലാണ് ഈ പ്രദേശത്തുണ്ടായതെന്ന് വീഡിയോയിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് ആ പ്രദേശത്തേക്ക് പോയി അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഇന്നലെ രാത്രിയിൽ പൂച്ചപ്രയിൽ ഉരുൾപൊട്ടിയ പ്രദേശം. ഏകദേശം 1 കിലോമീറ്ററോളം മുകളിൽ നിന്നാണ് ഉരുൾപൊട്ടി വന്നിരിക്കുന്നത്. ഉരുൾപൊട്ടിയപ്പോൾ ആ കൂടെ വന്നിരിക്കുന്ന വലിയ വലിയ പാറക്കല്ലുകൾ നമുക്ക് കാണാം. ഈ പ്രദേശത്ത് ഇന്നലെ ഉരുൾപൊട്ടിയോടുകൂടി ഇവിടുത്തെ കറണ്ട് കണക്ഷനൊക്കെ ഫുള്ള് പോയിരിക്കുകയാണ്. ഈ പ്രദേശം മൊത്തത്തിൽ ഒറ്റപ്പെട്ടാണ് കഴിയുന്നത് നിലവിൽ. നമ്മളിപ്പോൾ ഇതിന്റെ ഉരുൾപൊട്ടിയതിന്റെ മുകൾ വശം, ഏറ്റവും മുകളിൽ ഉരുൾപൊട്ടിയുടെ സ്റ്റാർട്ടിങ് എന്ന് കാണാൻ വേണ്ടി നമ്മൾ ഈ ഉരുളിന്റെ സൈഡിൽ കൂടെ നടന്ന് മുകളിലേക്ക് കയറുകയാണ്. സത്യത്തിൽ അത് കുറച്ച് റിസ്ക് ആണ്. കാരണം ഉരുൾ പൊട്ടിയെടുത്ത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഉരുൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ അപകടമാണ്. എന്നാലും ഞാൻ കുറച്ച് റിസ്ക് എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഉരുളിന്റെ ഉത്ഭവ സ്ഥലം കണ്ടെത്താനായിട്ട് നമ്മൾ നടന്നു മുകളിലേക്ക് പോന്നിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 3/4 കിലോമീറ്ററോടെ നമ്മൾ മുകളിലേക്ക് പോകുന്നു. ഇപ്പൊ ഈ കാണുന്ന വലിയ പാറ, ആ പാറയുടെ മുകളിലാണ് ഈ ഉരുൾപൊട്ടൽ അതിന്റെ ആരംഭം. അവിടുന്ന് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. കാരണം നല്ല കയറ്റവുമാണ്. അതുപോലെ ഫുള്ള് ഉരുള് പൊട്ടിയതിന്റെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ല. ഇത്രയും ദൂരം തന്നെ നമ്മൾ വന്നത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ്. പരമാവധി നമുക്ക് ഇവിടം വരെ വരാൻ പറ്റുന്നുള്ളൂ. ബാക്കി മുകളിലേക്ക് മൊത്തം കല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഭയങ്കര തെന്നലും എല്ലാം ആണ്. നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ പാറ, ആ പാറയുടെ മുകളിൽ നിന്നാണ് ഉരുള് പൊട്ടിയിരിക്കുന്നത്. ഉരുള് പൊട്ടി വന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഇപ്പോഴും ചെറിയ നീരൊഴുക്ക് ഈ ഏരിയയിലുണ്ട്. താഴത്തേക്ക് ഉരുള് പൊട്ടി പോയ പ്രദേശം കണ്ടോ? ഇവിടെ വേറൊരു സാധനമില്ല. മൊത്തം കൃഷിയെല്ലാം നശിപ്പിച്ചിട്ടാണ് ഉരുള് പൊട്ടിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലാണ് അവിടെ ഉണ്ടായത്. എന്തായാലും ഭാഗ്യത്തിന് വേറെ ആൾനാശമോ കാര്യങ്ങളൊന്നുമില്ല. കുറെ ഏരിയയിലെ ഏക്കർ കണക്കിന് ഏരിയയിലെ കൃഷി പോയി. ഇതിങ്ങ് താഴെ അങ്ങ് ദൂരെ വരെ ഈ രീതിയിലാണ് പോയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഉരുള് പൊട്ടിയതിന്റെ സ്ഥലം. ഇവിടുന്നാണ് ഉരുള് പൊട്ടി താഴത്തേക്ക് പോയിരിക്കുന്നത്. അതിൽ ആ ഉരുള് പൊട്ടിയ സമയത്ത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമായിരിക്കും ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഒരു ഉരുള് പൊട്ടിയപ്പോൾ ഇതാ അവസ്ഥയെങ്കിൽ ഇവിടെ മുല്ലപ്പെരിയാർ ഡാമൊക്കെ പൊട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റിയത്. അത്രയ്ക്ക് വലിയ നാശമായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയ മൊത്തം തീർത്താണ് ഇത് പോരുന്നത്. ഇത് എവിടുന്ന് ഉണ്ടാകുന്നു, എവിടെ വെച്ചാണ് ഉരുൾ പൊട്ടുന്നത്, അവിടുന്ന് താഴത്തേക്കുള്ള ഏരിയ മൊത്തം തീർത്ത് അവിടെയുള്ള എല്ലാ സാധനങ്ങളും, വീടുണ്ടെങ്കിൽ വീടും കൃഷികളും എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഉരുൾപൊട്ടൽ വരുന്നത്. നമുക്ക് കാണാൻ ഈ ഉരുൾപൊട്ടലിൽ വന്ന കല്ലുകളാണ് ഇതൊക്കെ. വലിയ വലിയ പാറക്കല്ലുകളും ചെറിയ കല്ലുകളും എല്ലാം മലയുടെ മുകളിൽ നിന്ന് പൊട്ടി വരുമ്പോൾ ആ കൂടെ ഇതെല്ലാം വരും. അങ്ങനെയാണ് വലിയ രീതിയിൽ നാശനഷ്ടവും ആൾനാശവും എല്ലാം ഉണ്ടാകുന്നത് ഉരുൾപൊട്ടലിലൂടെ. എന്തായാലും വലിയ അപകടമായിരുന്നു. അത് ആളുകൾക്ക് വേറെ അപകടങ്ങളൊന്നും പറ്റാത്തതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം. വേറെ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല. കുറെ കൃഷികൾ പോയി എന്നല്ലാതെ വലിയ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല ഭാഗ്യം കൊണ്ട്. ഇവിടെ ഇനി തുടർച്ചയായിട്ട് പെർമനന്റ് ആയിട്ട് ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇനി മുമ്പോട്ടും മഴയാണ് വരുന്നത്. ജൂൺ തുടങ്ങിയതേ ഉള്ളൂ, മഴയാണ് വരുന്നത്. അപ്പൊ ഇനി ഈ ഏരിയയിൽ തുടർച്ചയായിട്ട് ഉരുൾ പൊട്ടുന്ന ഒരു സ്ഥലമാണ്. ഇനി എങ്ങനെയാകുമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ജനങ്ങളെയൊക്കെ ഇപ്പൊ മാറ്റി പാർപ്പിക്കുമെന്ന് അറിയത്തില്ല. നിലവിൽ ഈ ഉരുൾ പൊട്ടിയിരിക്കുന്ന ഈ പ്രദേശത്ത്, അതായത് ഇപ്പൊ ഈ കാണുന്ന പാറയുടെ മണ്ടയിൽ, ഞാൻ കുറച്ചു മുമ്പ് കാണിച്ചു തന്ന പാറയുടെ മണ്ടയിലാണ് ഉരുൾ പൊട്ടിയത്. അവിടെ 2 വീടുകളുണ്ടായിരുന്നു. ഈ 2 വീടുകളുടെയും ഇടയിലൂടെയാണ് ഭാഗ്യത്തിന് ഉരുൾ പൊട്ടി വീണത്. ആ വീടുകൾക്ക് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു. പക്ഷെ അത്ഭുതകരമായ രീതിയിലാണ് ആ വീട്ടിലുള്ളവർ രക്ഷപ്പെട്ടത്. തലനാലിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇത് നമ്മൾ ഇപ്പൊ കണ്ട ഉരുൾ പൊട്ടിയ പ്രദേശത്തിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു പ്രദേശമാണ്. ഇവിടെ നാളുകൾക്ക് മുമ്പ് ഉരുൾ പൊട്ടിയാണ് ഇങ്ങനെ ഒരു ചെറിയ വെള്ളച്ചാട്ടം രൂപപ്പെട്ടത്. അന്ന് ഇവിടെ ഒരാൾ മരിക്കുകയും ചെയ്തെന്നാണ് ഇവിടെ നാട്ടുകാരൊക്കെ പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന പുതിയ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.